പ്രിയ വിദ്യാർത്ഥികളെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. നമ്മുടെ പരീക്ഷയുടെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാത്സിലെ ഏറ്റവും ടഫായ ഒരു ചോദ്യം കൂടി നമുക്ക് ചർച്ച ചെയ്യാം. 24ാമത്തെ ചോദ്യം. ഫ്രം ദി ടോപ്പ് ഓഫ് ആൻ ഇലക്ട്രിക് പോസ്റ്റ്, ടു വയർസ് ആർ സ്ട്രെച്ച്ഡ് ടു ഐദർ സൈഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദ ഗ്രൗണ്ട് മേക്കിംഗ് ആൻ ആംഗിൾ 50 ഡിഗ്രി 45 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ഇതാ ചോദ്യം. ഇലക്ട്രിക് പോസ്റ്റിന്റെ രണ്ടറ്റത്തുനിന്ന് വയർ അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് 50 ഡിഗ്രി 45 ഡിഗ്രിയിൽ ഗ്രൗണ്ടിൽ അറ്റാച്ച് ചെയ്യുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫീറ്റ് ഓഫ് ദി വയർസ് ഇസ് 30 മീറ്റർ. ഇത് രണ്ട് തമ്മിലുള്ള വയർ തമ്മിലുള്ള അകലം 30 മീറ്റർ ആണ് പറഞ്ഞത്. ഇതിന്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കാനുണ്ടാവും. എന്തായാലും അത് വരയ്ക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടാണ് മാറുക എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ആ ചിത്രം ആ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ വയർ വലിച്ചു കിട്ടിയ പോസ്റ്റിന്റെ പോലെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാലോചിച്ചിട്ട് വരയ്ക്കുക. ഒരു ട്രയാങ്കിൾ ഉണ്ടാവും, അതിന്റെ ഹൈറ്റ് പോസ്റ്റ് കൊണ്ട് വരയ്ക്കുമ്പോൾ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കൂടിയ ഒരു ചിത്രം വരുന്നു. ഈ ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കുട്ടികൾ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ട്രിഗണോമെട്രിയിലെ ചോദ്യം വരുമ്പോൾ അതിൽ കാൽക്കുലേഷൻ കുറച്ച് വരും ചിലപ്പോൾ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. ബി ഓപ്ഷൻ പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് അത് ആൻസർ ചെയ്ത് പോകണം. ഒരു കാൽക്കുലേഷൻ്റെ പോലെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യരുത്. അവസാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ ചിത്രം എങ്ങനെ ട്രയാങ്കിൾ വരും, 50 ഡിഗ്രി 40 ഡിഗ്രി സൈഡിൽ വരും, പോസ്റ്റ് തന്നെ വരും. പോസ്റ്റ് നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ താഴത്തെ മൊത്തത്തിൽ അകലം 30 മൈനസ് എക്സ്, ഈ ടോട്ടൽ 30 മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ ഈ അകലം 30 മൈനസ് എക്സ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അങ്ങനെയാണ് tan 50. ഏറ്റവും കൂടുതൽ ട്രിഗണോമെട്രി പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്ന ട്രിഗണോമെട്രി റേഷ്യോ എന്ന് പറയുന്നത് tan ആയിരിക്കും. അപ്പോൾ tan 50 എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റന്റ് സൈഡ്, അപ്പോൾ എക്സ് ബൈ 30 മൈനസ് എക്സ് എടുക്കും. tan 50ന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇതിൽ തന്നിട്ടുണ്ടാവും. ഈ ചോദ്യ പേപ്പറിന്റെ ലാസ്റ്റ് തന്നിട്ടുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, 1.19 ആണ് വാല്യൂ. അപ്പോൾ 4 വാല്യൂസ് ഒക്കെ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല. 4 ഡിജിറ്റ് ഉണ്ടാവും, അതൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ കാൽക്കുലേഷൻ എളുപ്പമാകുന്നതിന് വേണ്ടി 1.19 നമ്മൾ എടുത്തു. എക്സ് ബൈ 30 മൈനസ് എക്സ് എന്ന് എഴുതാം. ഇതിൽ നിന്ന് 30 മൈനസ് എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 1.19 ഈക്വൽ ടു എക്സ് എന്നാവും. 30 മൈനസ് എക്സിന്റെ ബ്രാക്കറ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 1.19 ആയിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 30 ഇൻറ്റു 1.19 എന്ന് പറഞ്ഞാൽ 35.7 ആവും. മൈനസ് 1.19 എക്സ് ഈക്വൽ ടു എക്സ് എന്നാവും. ദെൻ ശേഷം എന്ത് ചെയ്യണം, 35.7 ഈക്വൽ ടു മൈനസ് 1.19 എക്സ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 1.19 എക്സ് എന്ന് കിട്ടും. സോ അതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 35.7 ബൈ 2.19. ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16.30. അപ്പോൾ ഇവിടെ ഡെസിമൽ ആയിട്ടുള്ള കുറെ ഡിജിറ്റുകളൊക്കെ വരും. അതിന്റെ ഡിവിഷനൊക്കെ കുറച്ച് പ്രയാസം ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം ഇതിന്റെ മുകളിൽ നിങ്ങൾ കളയരുത്. അടുത്ത ഓപ്ഷൻ എടുത്ത് നിങ്ങൾ പോകണം. പിന്നെ തിരിച്ച് വന്നിട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എൻഗേജ് ചെയ്തിട്ട് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് നിങ്ങൾ മനസ്സിലാക്കുക. ഏതായാലും എല്ലാ പ്രോബ്ലങ്ങളും നിങ്ങൾ മോഡൽ എക്സാമിൽ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ വരുന്ന പരീക്ഷയിൽ ട്രിഗണോമെട്രി ചോദ്യം ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ അതിൽ ചിലപ്പോൾ എളുപ്പമുള്ള ചോദ്യമായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉപയോഗിക്കേണ്ട ഒരു ചോദ്യമായിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക. ഏതായാലും നന്നായിട്ട് റമദാൻ മാസത്തിൽ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുക, കൂടുതൽ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.